എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മളൊരു പുതിയ കഥാപരമ്പര തുടങ്ങുകയാണ്. ഇടനാഴിയിലെ കവിത എന്ന ഈ ക്യാമ്പസ് പ്രണയകഥ നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അധ്യായം 1. മഴയുടെ താളം. കോളേജ് ക്യാമ്പസിലെ ആ പഴയ വിക്ടോറിയൻ കെട്ടിടത്തിനു മുകളിലൂടെ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. സമയം ഉച്ചകഴിഞ്ഞ് 3 മണി കഴിഞ്ഞതേയുള്ളൂവെങ്കിലും അന്തരീക്ഷത്തിൽ സന്ധ്യയുടെ മ്ലാനത പടർന്നു കഴിഞ്ഞു. ഫിസിക്സ് ലാബിലെ അവസാന പ്രായോഗിക പരീക്ഷ കഴിഞ്ഞ് മായ പുറത്തിറങ്ങിയത് അപ്പോഴാണ്. കയ്യിലുള്ള റെക്കോർഡ് ബുക്കുകൾ അടുക്കിപ്പിടിച്ച് അവൾ ഇടനാഴിയിലൂടെ നടന്നു. ആ വരാന്തയിലെ ഓരോ ചുവന്ന ഇഷ്ടികകൾക്കും പഴക്കത്തിന്റെ മണമായിരുന്നു. പെട്ടെന്നാണ് ഇടിമിന്നലിന്റെ വലിയൊരു മുഴക്കം കേട്ടത്. പിന്നാലെ ആകാശത്തിന്റെ ഗർഭപാത്രം പിളർന്നെന്നവണ്ണം മഴ പെയ്തിറങ്ങി. കാറ്റിൽ മഴത്തുള്ളികൾ വരാന്തയിലേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. മായ നടത്തത്തിന്റെ വേഗത കൂട്ടി. ലൈബ്രറിയിലേക്കുള്ള ആ വലിയ ഇടനാഴി വിജനമായിരുന്നു. അവിടെ വെളിച്ചം കുറവാണ്. വശങ്ങളിലെ വലിയ കമാനങ്ങൾക്കിടയിലൂടെ മഴയുടെ നേർത്ത പടലങ്ങൾ പുകമഞ്ഞു പോലെ വരാന്തയെ പൊതിയുന്നു. ഇടനാഴിയുടെ പാതി ദൂരമെത്തിയപ്പോൾ തൂണുകൾക്കിടയിലെ നിഴൽ രൂപങ്ങൾക്കിടയിൽ ഒരാളിരിക്കുന്നത് മായ കണ്ടു. അവിടെയാണ് ലിയാം ഉണ്ടായിരുന്നത്. ഒരു പഴയ മരക്കസേരയിൽ ചാരിയിരുന്ന് തന്റെ മടിയിൽ വലിയൊരു സ്കെച്ച് ബുക്കും വെച്ച് അവൻ ഏതോ ലോകത്തായിരുന്നു. അവന്റെ നീണ്ട മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നു. കൈകളിൽ കരിയുടെയും ചായത്തിന്റെയും പാടുകൾ. ലിയാം ആ ഇടനാഴിയുടെ അറ്റത്ത് പെയ്തിറങ്ങുന്ന മഴയെ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പെൻസിൽ കടലാസിന് മുകളിലൂടെ നീങ്ങുന്ന ശബ്ദം മഴയുടെ താളത്തോടൊപ്പം ചേർന്നു നിന്നു. മായയുടെ ശ്രദ്ധ മുഴുവൻ അവനിലായിരുന്നു. അവൾ മുമ്പ് ലിയാമിനെ ക്യാമ്പസിൽ കണ്ടിട്ടുണ്ട്. മരച്ചുവട്ടിലും ക്യാൻറ്റീന്റെ മൂലയിലും ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കുന്ന ആർട്സ് ബ്ലോക്കിലെ വിചിത്ര സ്വഭാവക്കാരൻ. പെട്ടെന്ന് തറയിലെ നനവിൽ മായയുടെ കാലൊന്നു വഴുതി. ബാലൻസ് നഷ്ടപ്പെട്ട അവൾ വീഴാതിരിക്കാൻ കൈകുത്തിയത് ലിയാം വരച്ചുകൊണ്ടിരുന്ന ആ സ്കെച്ച് ബുക്കിന്റെ കൃത്യം നടുവിലായിരുന്നു. മഴ നനഞ്ഞ മായയുടെ കൈപ്പത്തിയിലെ ജലാംശം ആ കടലാസിലേക്ക് പടർന്നു. ലിയാം പകുതി വരച്ചുവെച്ച ആ മനോഹരമായ മഴചിത്രം അല്പം മങ്ങിപ്പോയി. മായയുടെ ശ്വാസം നിശ്ചലമായി. അവൾ ഭയത്തോടെ ലിയാമിനെ നോക്കി. അവന്റെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ശാന്തമായ 2 കണ്ണുകളായിരുന്നു. ക്ഷമിക്കണം, ഞാൻ മഴ കാരണം വഴുതിയതാണ്. നിന്റെ ചിത്രം, മായ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. ലിയാം ആ ചിത്രത്തിലേക്ക് നോക്കി. മായയുടെ കൈപ്പത്തിയുടെ അടയാളം അവിടെ ഒരു വെളുത്ത നിഴൽ പോലെ വീണു കിടക്കുന്നു. അവൻ പതുക്കെ പുഞ്ചിരിച്ചു. ആ ചിരിയിൽ പരിഭവത്തിന് പകരം ഒരു തരം കൗതുകമായിരുന്നു. നിനക്കറിയുമോ മായ? ലിയാം പതുക്കെ പറഞ്ഞു. ആദ്യമായാണ് അവൻ അവളുടെ പേര് വിളിക്കുന്നത്. ഒരു ചിത്രത്തിന് എപ്പോഴും ഒരു അപൂർണത വേണം. എന്നാൽ മാത്രമേ അതിന് ജീവനുണ്ടാവൂ. ഞാൻ മഴയെ വരയ്ക്കാനാണ് നോക്കിയത്. പക്ഷെ നീ എനിക്ക് മഴ നനഞ്ഞ ഒരു നിമിഷത്തെയാണ് നൽകിയത്. ഇതിപ്പോൾ വെറുമൊരു ചിത്രമല്ല, ഇതിലൊരു സ്പർശനമുണ്ട്. മായ സ്തംഭിച്ചു നിന്നുപോയി. തന്റെ അശ്രദ്ധയെ ഇത്രയും മനോഹരമായി ഒരാൾക്ക് എങ്ങനെ കാണാൻ കഴിയുന്നു? അവൾ തന്റെ റെക്കോർഡ് ബുക്കുകൾ ശരിയാക്കി പിടിച്ചു. ഞാൻ നിന്റെ സമയം കളഞ്ഞു എന്ന് തോന്നുന്നു. സമയം ഒരിക്കലും കളയപ്പെടുന്നില്ല മായ, അതൊഴുകുകയാണ്. ഈ മഴയെപ്പോലെ. ലിയാം തന്റെ പെൻസിൽ മാറ്റിവെച്ചെഴുന്നേറ്റു. അവൻ അവൾക്ക് നേരെ കൈനീട്ടി. ഞാൻ ലിയാം. നിന്റെ പേരെനിക്കറിയാം. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ആ വിചിത്രമായ സമവാക്യങ്ങൾക്കിടയിൽ നീ എപ്പോഴും തിരക്കിലാണല്ലോ. മായ അല്പം ചമ്മലോടെ ചിരിച്ചു. അതെല്ലാം ശാസ്ത്രമാണ് ലിയാം. അതിൽ സത്യങ്ങളുണ്ട്. സത്യങ്ങൾ പലപ്പോഴും വരകൾക്കിടയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ലിയാം ആകാശത്തേക്ക് നോക്കി. മഴ ശമിച്ചിരുന്നില്ല. ഈ ഇടനാഴിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കവിതയുടെ വരികൾക്കിടയിൽ നിൽക്കുന്നത് പോലെയാണ്. പ്രണയം തോന്നിയിട്ടുണ്ടോ ഈ ഇടനാഴിയോട്? മായ ഒന്നും മിണ്ടിയില്ല. അവൾ അല്പം മുൻപ് വഴുതി വീണ അതേ സ്ഥലത്തേക്ക് നോക്കി. അവിടെ അവളുടെ നനഞ്ഞ കാൽപ്പാടുകൾ തറയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ലിയാം പതുക്കെ കുനിഞ്ഞ് തന്റെ പെൻസിൽ കൊണ്ട് ആ കാൽപ്പാടുകൾക്ക് ചുറ്റും ഒരു വട്ടം വരച്ചു. ഇനി ഇത് മാഞ്ഞു പോയാലും എന്റെ ക്യാൻവാസിൽ ഇതൊരു കവിതയായി ബാക്കിയുണ്ടാകും, അവൻ പറഞ്ഞു. ആ നിമിഷം ആ ഇടനാഴിയിൽ വെളിച്ചം കുറഞ്ഞു വന്നു. പക്ഷേ മായയുടെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ വിളക്ക് തെളിയുന്നത് പോലെ അവൾക്ക് തോന്നി. മഴയുടെ ഓരോ തുള്ളിയും ഒരു താളമായി അവളുടെ കാതുകളിൽ മുഴങ്ങി. പ്രണയം അതിന്റെ ആദ്യത്തെ വിത്ത് ആ മണ്ണിൽ പാകിയത് ആരും അറിഞ്ഞില്ല. മഴ തോരാൻ തുടങ്ങിയിരുന്നു. മായ പതുക്കെ നടന്നു നീങ്ങി. പക്ഷേ അവൾ ഓരോ ചുവട് വെക്കുമ്പോഴും തന്റെ പിന്നിൽ ആ കലാകാരന്റെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നത് അവൾ അറിഞ്ഞു. ആ പഴയ ഇടനാഴി അന്നൊരു സാക്ഷിയായി മാറി. മഴയുടെ താളത്തിൽ. അധ്യായം 2. വൈരുദ്ധ്യങ്ങൾ. ആദ്യത്തെ മഴ നനഞ്ഞ ആ കണ്ടുമുട്ടലിന് ശേഷം ദിവസങ്ങൾ കടന്നുപോയി. മായയുടെ ലോകം വീണ്ടും അതിന്റെ ചിട്ടകളിലേക്ക് മടങ്ങിയിരുന്നു. രാവിലെ കൃത്യം 9 മണിക്ക് ലൈബ്രറിയിലെത്തുക, റെക്കോർഡ് ബുക്കുകൾ പൂർത്തിയാക്കുക, ക്ലാസ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപേ ഗാലറി ഹാളിലെ തന്റെ സ്ഥിരം സീറ്റിൽ ഇരിക്കുക. ഇതായിരുന്നു അവളുടെ രീതി. ലോകത്തെ മുഴുവൻ ലളിതമായ സമവാക്യങ്ങളിലൂടെ കാണാൻ ശ്രമിക്കുന്ന ഒരു ഫിസിക്സ് വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം ലിയാം എന്നത് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രഹേളികയായിരുന്നു. അന്ന് വൈകുന്നേരം കോളേജ് മാഗസിൻ കമ്മിറ്റിയുടെ ആദ്യ യോഗം നിശ്ചയിച്ചിരുന്നു.
സ്റ്റാഫ് റൂമിനടുത്തുള്ള പഴയ കോൺഫറൻസ് ഹാളിലേക്ക് മായ നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ലിയാം അവിടെ വരുമോ? അവനെ വീണ്ടും അഭിമുഖീകരിക്കുമ്പോൾ എന്ത് സംസാരിക്കും? ഹാളിൽ എത്തിയപ്പോൾ തന്നെ മായ കണ്ടത് അലങ്കോലമായി കിടക്കുന്ന മേശകളും കസേരകളുമാണ്. ജനാലയ്ക്കൽ ചാരി നിന്ന് വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ് ലിയാം. അവന്റെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന പഴയ തുണിസഞ്ചിയിൽ നിന്ന് ബ്രഷുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. നമസ്കാരം മായ, തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ പറഞ്ഞു. അവളുടെ കാലൊച്ചയുടെ താളം പോലും അവൻ തിരിച്ചറിഞ്ഞതുപോലെ. നമസ്കാരം. മായ തന്റെ ബാഗ് മേശപ്പുറത്ത് വെച്ചു. ലിയാം, നേരത്തെ എത്തിയല്ലോ. സമയം എന്നത് ഒരു ആപേക്ഷികമായ സത്യമല്ലേ മായ? നിന്റെ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ചിലപ്പോൾ സെക്കൻഡുകൾ യുഗങ്ങളാകും, ചിലപ്പോൾ മണിക്കൂറുകൾ വെറും നിമിഷങ്ങളും. ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോഴേക്കും സ്റ്റാഫ് അഡ്വൈസർ തോമസ് മാഷ് അവിടേക്ക് കടന്നു വന്നു, കൂടെ മറ്റു കമ്മിറ്റി അംഗങ്ങളും. ശരി, നമുക്ക് തുടങ്ങാം, മാഷ് പറഞ്ഞു. ഈ വർഷത്തെ മാഗസിൻ ഒരു ചരിത്രമായിരിക്കണം. മായ, നീയാണ് ലേഔട്ടും എഡിറ്റിംഗും നോക്കുന്നത്. ശാസ്ത്രീയമായ കൃത്യത നിനക്കുണ്ടെന്ന് എനിക്കറിയാം. ലിയാം, നീയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. നിന്റെ ഭാവന ഈ മാഗസിനിലെ ഓരോ താളിനും ജീവൻ നൽകണം. മാഷ് ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും മായ ഗൗരവത്തോടെ കുറിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ലിയാം തന്റെ വിരലുകൾ കൊണ്ട് മേശപ്പുറത്ത് താളം പിടിക്കുകയും ഇടയ്ക്കിടെ ജനാലയ്ക്ക് പുറത്തെ ആകാശത്തിലേക്ക് നോക്കുകയും ചെയ്തു. ലിയാം, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? മാഷ് ചോദിച്ചു. ഉണ്ട് മാഷ്. ലിയാം ഒരു കടലാസ് കഷ്ണം എടുത്തു മാഷിന് നേരെ നീട്ടി. അതിൽ ആ മീറ്റിംഗ് റൂമിന്റെ ഒരു ചെറിയ സ്കെച്ച് അവൻ നിമിഷങ്ങൾക്കുള്ളിൽ വരച്ചു കഴിഞ്ഞിരുന്നു. മാഷിന്റെ മുഖത്തെ ഗൗരവവും മായയുടെ ശ്രദ്ധയും എല്ലാം ആ ചെറിയ വരകളിൽ തെളിഞ്ഞു നിന്നു. മാഷ് ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. മീറ്റിംഗ് കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകുമ്പോഴും മായ അവിടെ തന്നെ ഇരുന്നു. അവൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടായിരുന്നു. ലിയാം, ഒരു കാര്യം, അവൾ അവനെ വിളിച്ചു. ലിയാം തന്റെ ബാഗ് തോളിലിട്ട് തിരിഞ്ഞു നിന്നു. പറയൂ എഡിറ്റർ. നോക്കൂ ലിയാം, മാഗസിൻ എന്നത് ഒരു കലാരൂപം മാത്രമല്ല, അതിനൊരു കൃത്യമായ ലേഔട്ട് ഉണ്ട്. വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അക്ഷരങ്ങളും ചിത്രങ്ങളും ക്രമീകരിക്കണം. നിന്റെ ചിത്രങ്ങൾ എവിടെ വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് എനിക്ക് മുൻകൂട്ടി കിട്ടണം. ലിയാം അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവൾ ഇരുന്ന മേശയിൽ കൈകുത്തി അവൻ പതുക്കെ താഴ്ന്നു. മായ, നീ പ്രപഞ്ചത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ ആ ക്രമമില്ലായ്മയിൽ സൗന്ദര്യം കാണുന്ന ഒരാളും. നമ്മൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളാണ്. പക്ഷെ ഒന്നോർക്കുക, കാന്തിക ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുന്നത് അവ വ്യത്യസ്തമാകുമ്പോഴാണ്. മായയുടെ മുഖത്ത് ചെറിയൊരു രോഷം പടർന്നു. ഇത് ഫിസിക്സ് ക്ലാസ് അല്ല ലിയാം. എനിക്ക് എന്റെ ജോലിയുടെ കാര്യത്തിൽ കൃത്യത വേണം. ശരി, ലിയാം പതുക്കെ പറഞ്ഞു. നാളെ വൈകുന്നേരം ഇതേ ഇടനാഴിയിൽ വെച്ച് നമുക്ക് ലേഔട്ട് ചർച്ച ചെയ്യാം. നിന്റെ നിയമങ്ങളും എന്റെ വരകളും തമ്മിൽ ഒരു യുദ്ധം തന്നെ നടക്കട്ടെ. ആ യുദ്ധത്തിനൊടുവിൽ ഒരു മനോഹരമായ കവിത ജനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ വേഗത്തിൽ നടന്നു നീങ്ങി. മായ ആ ശൂന്യമായ ഹാളിൽ ഒറ്റയ്ക്കായി. ലിയാമിന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു പുതിയ ചിന്തയ്ക്ക് തിരികൊളുത്തി. തന്റെ കൃത്യനിഷ്ഠയുള്ള ജീവിതത്തിലേക്ക് ഈ അലസനായ കലാകാരൻ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്? രാത്രി ഹോസ്റ്റൽ മുറിയിൽ ഇരിക്കുമ്പോൾ മായ തന്റെ പാഠപുസ്തകങ്ങളിലേക്ക് നോക്കി. പ്രകാശത്തിന്റെ തരംഗദൈർഘ്യവും ആറ്റങ്ങളുടെ ഘടനയും പഠിക്കുമ്പോഴും അവളുടെ മനസ്സ് ആ പഴയ കോൺഫറൻസ് ഹാളിലെ ജനാലയ്ക്കൽ നിൽക്കുന്ന ലിയാമിനെ കുറിച്ച് ചിന്തിച്ചു. അവൻ പറഞ്ഞത് ശരിയാണോ? ക്രമമില്ലായ്മയിലും സൗന്ദര്യമുണ്ടോ? താൻ ഇതുവരെ കാണാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള കൗതുകം അവളുടെ ഉള്ളിൽ പതുക്കെ വളരുകയായിരുന്നു. രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ സ്ഫോടനം എന്തായിരിക്കും എന്ന് അവൾ അറിയാതെ തന്നെ സ്വപ്നം കണ്ടു. പ്രണയത്തിന്റെ ആദ്യത്തെ കനൽ അപ്പോഴും ആരും കാണാതെ ആ ഇടനാഴിയുടെ കോണുകളിൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.